പെരുമ്പാവൂർ വേങ്ങൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഗൃഹനാഥന്റെ കാലിന് ഗുരുതരമായി പരിക്കുപറ്റി. വേങ്ങൂർ വീട്ടിമുളം സ്വദേശി തൊണ്ടുമാലിൽ ശിവനാണ് പരിക്കുപറ്റിയത്. തലനാരിഴയ്ക്കാണ് ഇയാൾ രക്ഷപ്പെട്ടത്. കൊച്ചിയിൽ നിന്ന് സ്നേഹമ്പോൾ നൈനാനാണ് വിവരങ്ങളുമായി. സ്നേഹ, ഇപ്പോൾ മനുഷ്യ വന്യജീവി സംഘർഷം അത് ഏറ്റവും വലിയ പ്രതിസന്ധിയായി വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലായിടത്തും ആ പ്രതിസന്ധിയുണ്ട്. പലർക്കും ജീവൻ നഷ്ടമാണ്. ഇപ്പോൾ പുതിയ സർക്കാർ വന്നൊരു സമയമാണ്. ശാസ്ത്രീയമായ ആധുനികമായ ഇടപെടൽ ആ മേഖലയിൽ അനിവാര്യമായും വരികയാണ്. ഇപ്പോൾ ഈ പെരുമ്പാവൂരിൽ വേങ്ങൂരിൽ ഉണ്ടായ കാട്ടാനയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും? സാധാരണ ആന ഇറങ്ങുന്ന സ്ഥലമാണോ, വനമേഖലയുമായി ബന്ധപ്പെട്ട സ്ഥലമാണോ? ഈ പരിക്കേറ്റ ശിവന്റെ പരിക്ക് അത് ഗൗരവമുള്ളതാണോ? സതീഷ്, ഇത് വനപ്രദേശമാണ്. നിരന്തരം കാട്ടാനകളുടെ ശല്യമുള്ള ഒരു പ്രദേശമാണ്. ഇതിനു മുൻപും കാട്ടാനകളുടെ ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുള്ളതാണ്. ഇത് വൈകുന്നേരത്തോടു കൂടിയാണ് വേങ്ങൂർ വീട്ടിമുളം സ്വദേശിയായി ശിവന് പരിക്കേൽക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞിരുന്നത് കടയിലേക്ക് പോയതിനു ശേഷം വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുന്നതിനിടെയാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായതെന്നാണ്. പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞ വിവരമനുസരിച്ച് വീടിന്റെ പരിസരത്ത് ഒരു ആന വന്നു നിന്നു. 2 നാട്ടുകാരുമൊത്ത് അങ്ങനെ 3 പേരുമായി ഈ ആനയെ ഒച്ച വെച്ച് തുരത്തുന്നതിനിടെയാണ് ആന പാഞ്ഞെടുത്ത് ഇദ്ദേഹത്തിന്റെ കാലില് ആക്രമിച്ചത്. കാലിലാണ് ഗുരുതരമായി പരിക്കേറ്റത് എന്നാണ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. ഉടൻ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. വിവരമറിഞ്ഞ് 15 മിനിറ്റ് കൊണ്ട് തന്നെ അവർ സംഭവ സ്ഥലത്തെത്തി ഈ പരിക്കേറ്റയാളെ ചാലക്കുടിയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്തത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് മുട്ടിന് താഴേക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. കാലിന്റെ എല്ലുകൾക്ക് നല്ല രീതിയിൽ തന്നെ പൊട്ടലുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം നൽകുന്ന വിവരം. അതായത് വീടിന്റെ പരിസരത്ത് കണ്ട ആനയെ തുരത്തി ഓടിക്കുന്നതിനിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. രതീഷ്, ശരി. കൊച്ചിയിൽ നിന്ന് സ്നേഹമോൾ നൈനാനാണ് വിവരങ്ങൾ നൽകിയത്.